ഹായ്, ഇത് ഞങ്ങളുടെ ആലപ്പുഴ ചിന്മയ സ്കൂളിൻ്റെ അടുത്ത് ഒരു പാർക്കിംഗ് പ്ലാസാണ്. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്, മെയിൻ NH തന്നെയാണ്. അപ്പോൾ ഇപ്പം പ്രയാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് റോഡിന് വീതി കൂടുന്ന കാരണം എല്ലാ സ്ഥലത്തും വർക്ക് നടക്കുക. അപ്പം നമുക്ക് റോഡും നമ്മുടെ വരുന്ന വഴിയിലോട്ടും കൂടെ ഹൈറ്റിൽ തന്നെ വ്യത്യാസമുണ്ട്. അവിടെ നിർത്തുമ്പം തന്നെയാണെങ്കിലും ഹൈവേ ആയതുകൊണ്ട് തുരിതുര വണ്ടി വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സാണ്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തരണം ചെയ്യാനുള്ള ഒരു മനസ്സാദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഡ്രൈവർ സീറ്റിൽ ഇരുന്നാൽ. അതിനുശേഷം ഇപ്പം നമ്മൾ ആ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഈ വഴിയിൽ തീർച്ചയായിട്ടും വണ്ടി നമുക്ക് കയറ്റും, അതേപോലെ തിരിച്ച് നമുക്ക് റിട്ടേൺ നമുക്ക് ഇറക്കാനും പറ്റും. ആദ്യം നമ്മൾ മനസ്സ് ശാന്തമാക്കി എടുക്കാൻ പറയും. ഒരുപാട് സ്ഥലത്ത് റോഡ് കൊണ്ടുപോയി ക്ലാസ് എല്ലാം കൊടുത്ത് അതിനുശേഷം മേഡത്തിൻ്റെ വീട്ടിലോട്ട് വന്ന് ഇത് ചിന്മയ സ്കൂളാണ്, അതിൻ്റെ ഇപ്പുറത്ത് ചേർന്ന് തന്നെയാണ് മേഡത്തിൻ്റെ വീട്. അങ്ങനെ നേരെ നമ്മൾ ആ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇറക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, റോഡ് പൊക്കവും താഴ്ചയാണ്. നമ്മൾ ആ റോഡിൽ ഹൈറ്റ് വ്യത്യാസമുള്ള കാരണം പൊക്കവും താഴ്ചയുണ്ട്. വണ്ടിയാണെങ്കിൽ പോളോ GT ആണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഗിയർ ഇട്ട് ടൈമൊന്നും കളയേണ്ട ഒരു ആവശ്യമില്ല. അവിടെ തന്നെയാണെങ്കിലും നമുക്ക് നിർത്തിയിട്ട് പതുക്കെ ചവിട്ടി ഇറക്കാം. അപ്പം വേറൊരു കാര്യമുണ്ട്, സ്പീഡിലായിരിക്കും പുറകിൽ നിന്ന് വരുന്ന വാഹനം. അപ്പോൾ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണം നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നുള്ള. അതേപോലെ നമ്മളവിടെ ഇൻഡിക്കേറ്ററിലായിട്ട് സ്ലോ ചെയ്ത് പതുക്കെ അവിടെ നിന്ന് താഴ്ച നമ്മൾ ചവിട്ടി ഇറക്കി നമ്മൾ ആ നിരപ്പായ റോഡിൽ വന്നു കഴിയുമ്പം ഓടയ്ക്ക് വേണ്ടി പണി ചെയ്തിട്ടുണ്ട്. അപ്പം ഓട കിടക്കുന്ന കാരണം എന്തൊരു ഹൈറ്റ് ഉണ്ട്, ഇതുണ്ട്. അപ്പം വണ്ടി കയറുന്ന തന്നെ ആ ഹൈറ്റിൽ നമ്മൾ നിന്ന് ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം ആ ടോപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ ആ വണ്ടിയുടെ അടി തട്ടാതിരിക്കാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടി പതുക്കെ എങ്ങനെ ഞെരുക്കി ഇറക്കാൻ പറ്റും അത്രയും വേഗത കുറച്ച് ഞെരുങ്ങി ഇറങ്ങിയതിന് ശേഷം മേഡത്തിൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴിയാണെങ്കിൽ കുഞ്ഞു വഴിയാണ്. നമുക്കിപ്പം ഒരു ഓട്ടോറിക്ഷ കൂടെ വന്നാൽ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വഴിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിവേഴ്സിൽ പോകാൻ പറ്റുന്ന ആർക്കാണോ അവരൊന്ന് റിവേഴ്സിൽ പുറകോട്ട് നീങ്ങി സ്ഥലമുള്ളിടം വരെ ഒതുങ്ങിക്കൊടുക്കേണ്ടി വരും. ഒതുങ്ങിക്കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ നിന്ന് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളെ വിളിക്കുന്ന 90% ആൾക്കാരും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് വണ്ടി വീട്ടിൽ കാണും, പിന്നെ അത് ഓടിക്കാനുള്ള ബുദ്ധിമുട്ട്, കാരണം ലൈസൻസ് എടുത്തിട്ട് ഇത്രയും വർഷമായില്ലേ, അപ്പോൾ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളുടെ ഏത് സ്ഥലമാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ വന്ന് പ്രാക്ടീസ് തരും. ഇപ്പോൾ ഇത് ഈ കാര്യം തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ചെറിയൊരു ബെൻഡുണ്ട് ഇവിടെ, കാരണം നമ്മൾ ആ ഇടവഴിയിൽ നിന്ന് കയറി വരുമ്പം തന്നെ നമുക്ക് അവിടെ നിന്നൊരു റൈറ്റ് കട്ടിങ് ഉണ്ട്. ആ റൈറ്റ് കട്ടിങ് നമ്മൾ കറക്റ്റായിട്ട് തിരിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം നമ്മൾ റൈറ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് കയറി വരുന്നത്. ഈ വരുന്ന വരവെന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്ത് ഒരു KCBയുടെ ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്, നമുക്ക് അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ആ പോസ്റ്റിലോട്ട് തട്ടും. അതുകൂടാതെ കുറേ ചെടിയെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ആ വഴിയിൽ തന്നെയാണെങ്കിലും. അപ്പോൾ അതൊന്നും മുട്ടാതെ തന്നെയാണെങ്കിലും നമുക്ക് മാക്സിമം റൈറ്റിലോട്ട് കയറിയിട്ട് വേണം ലെഫ്റ്റിലോട്ട് തിരിക്കാൻ. അപ്പോൾ നമ്മൾ മാക്സിമം റൈറ്റ് കയറി നിന്നതിന് ശേഷം ലെഫ്റ്റിലോട്ട് നമ്മൾ ഫുള്ള് സ്റ്റിയറിങ് തിരിച്ചപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വരുന്ന വരവ് വേണ്ട, കറക്റ്റായിട്ട് ഫ്രണ്ടിൽ വരും. അപ്പോഴെല്ലാവരെയും ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ നിർത്തി ലെഫ്റ്റ് ഫുള്ള് ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നാൽ പോരെയെന്ന്. ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ ചെല്ലുന്ന പോലെ നമുക്ക് ഓടി കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലെ നമ്മൾ ലൈസൻസ് എടുത്തിട്ട് ഒരുപാട് വർഷമായി, പിന്നെ അതിനുശേഷം നമ്മൾ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്നില്ല. നമുക്ക് എന്തുമാത്രം ടൈം എടുക്കാൻ പറ്റും അത്രയും ടൈം എടുത്ത് തന്നെ നമുക്ക് ചെറിയ റോഡിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ആ റോഡിൽ തിരക്ക് കുറവായിരിക്കണം, കാരണം നമ്മൾ ഒരുപാട് സമയം എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരരുത്. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു തിരക്കുള്ള റോഡാണ് നിങ്ങളുടെ വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ തിരക്കില്ലാത്തൊരു വഴി നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് നിങ്ങൾ എത്ര ടൈം എടുത്ത് നിങ്ങൾക്ക് എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ കൈകാര്യം ചെയ്തതിന് ശേഷമേ തിരക്കുള്ള ഒരു റോഡിലോട്ട് പോകാവുള്ളൂ. ഇപ്പം നമ്മളിവിടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിരക്ക് കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് മേഡത്തിനെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഗേറ്റിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ വന്നതിന് ശേഷം ഇനി നമ്മൾ ഗേറ്റ് തുറന്ന് വീട്ടിലോട്ട് വണ്ടി പാർക്ക് ചെയ്യണം. ഇപ്പോഴും നമ്മളൊരു കാറ് ഓടി വരുന്ന കണ്ട എത്ര താമസമാണെന്ന് നോക്കിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്. നമ്മൾ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് ഒരുപാട് വേഗതയിലൊന്നും എടുക്കാനായിട്ട് നോക്കരുത്. നമുക്ക് എത്രയും സമാധാനത്തിൽ ചെറിയ വഴിയിൽ കയറി ഇറങ്ങാൻ പറ്റും അതേപോലെ സമാധാനമായിട്ട് മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പം നമുക്ക് വന്ന് ഈ ഗേറ്റ് തുറക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് കയറാനുള്ള എന്ന് പറയാൻ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ തിരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മിറർ ആ സൈഡിൽ ഏത് സൈഡിലോട്ടാണ് തിരിക്കേണ്ടത്. ഇപ്പം ഈ ഭിത്തിയുടെ ഒരു കോർണറിലാണ് നമുക്ക് അകത്തോട്ട് കയറേണ്ടത്. അപ്പം നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഫുള്ള് നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുക. ഗേറ്റ് തുറക്കാനായിട്ട് പോകാം. മേഡത്തിൻ്റെ മോളാണ്. അങ്ങനെ ഗേറ്റ് തുറന്ന് നമ്മളിപ്പം
അതിനകത്തിരുന്ന ശംഭുവാശനും അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി. കാരണം നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കൂടെ. ഇപ്പുറത്ത് ക്ലച്ചും ബ്രേക്കൊന്നും ഇല്ല, ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയും അല്ല. നമുക്ക് തിരിക്കേണ്ട സൈഡ് എവിടെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇനി ഇത്തിരിയും കൂടെ മുന്നോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റിലോട്ട് ഫുള്ള് തിരിക്കുക. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് കറക്റ്റായിട്ട് അടയാളം. നമ്മൾ ഏത് സൈഡാണെങ്കിലും വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ നമുക്കൊരു പില്ലറ അല്ലെങ്കിൽ അവിടെ ഒരു അടയാളം കാണും, നമുക്ക് കയറേണ്ട ഒരു വശത്ത് ഗേറ്റിലോട്ട് കയറ്റേണ്ട. അപ്പോൾ നമ്മളിത് ആ പില്ലറിൻ്റെ അവിടെ കൊണ്ടുവന്ന് മിറർ നിർത്തുക. അപ്പോൾ അത് അടയാളം നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശംഭു. അതിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തിരിക്കേണ്ട ഏത് സൈഡിലോട്ടാണ് ആ സൈഡിലോട്ട് ജസ്റ്റ് ഒരു റൗണ്ട് തിരിക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുറച്ചും കൂടെ വണ്ടി നീക്കിയതിന് ശേഷം ഫുള്ള് ലെഫ്റ്റ് തിരിച്ച് തീർത്തതിന് ശേഷം നേരെ നമ്മൾ ഗേറ്റിനകത്തോട്ടേ കയറത്തുള്ളൂ. പിന്നെ നമുക്ക് തട്ടേണ്ട സൈഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പം ശംഭു നിൽക്കുന്ന സൈഡ് കണ്ട ആ സൈഡ് തട്ടുക എന്ന് നോക്കുക. അപ്പോൾ ഇത് നോക്കിക്കോ, വെയിറ്റ് ചെയ്ത് വരുമ്പോൾ ആ പില്ലർ വന്ന് ഇതിനകത്ത് ഈ ഫസ്റ്റ് ഡോറിൽ തട്ടുക എന്ന് നോക്കാം. തട്ടത്തില്ല എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കേണ്ട റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് ബമ്പറാണ്. നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ഒരിക്കലും ബമ്പർ കാണാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു കണക്കൂട്ടൽ നോക്കിയാണ് നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. അങ്ങനെ നമ്മൾ റൈറ്റ് തിരിച്ചു. വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ജസ്റ്റ് നമ്മുടെ കണ്ണ് എപ്പോഴും മുന്നിലോട്ടും കൂടെ ഓടണം. കാരണം വണ്ടി മുന്നോട്ട് നീങ്ങും തോറും ഫ്രണ്ട് റൈറ്റ് സൈഡ് തട്ടുവാന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ പില്ലർ തട്ടത്തില്ല എന്ന് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗേറ്റിനുള്ളിലോട്ട് വണ്ടി കയറും. അപ്പോഴും നമുക്ക് എന്താണ്, നമ്മൾ ഇത്രയും താമസം വരാനുള്ള കാരണം നമ്മുടെ എക്സ്പീരിയൻസ് കുറവാണ്. നമ്മുടെ കൈയും കാലും വഴങ്ങുന്ന എങ്ങനെ സ്പീഡിൽ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോഴേ തീർച്ചയായിട്ടും നമുക്ക് സ്പീഡാകത്തുള്ളൂ. ഒരു കാരണവശാലും ഒരു ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഓടിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ആ ഡ്രൈവർ നമ്മളെ പ്രഷർ ചെയ്യും, സ്പീഡിൽ ചെയ്യാൻ പറയും. നമ്മൾ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും മുട്ടിയതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും ഡ്രൈവർ സീറ്റിലോട്ട് കയറത്തില്ല. ഇപ്പം നമ്മൾ ലെഫ്റ്റ് ഫുള്ള് സ്റ്റിയറിങ് തിരിച്ച് വെച്ചിരിക്കുക. നമുക്ക് ആദ്യത്തെ തട്ടാമോണ സൈഡ് എന്ന് പറയാൻ നമ്മുടെ ലെഫ്റ്റിലെ ആദ്യത്തെ ഡോറായിരുന്നു, അവിടെ നിന്ന് അകന്നു വന്ന് ഇനി ബാക്ക് വീല് ആ പില്ലറിന് അവിടെ നിന്ന് അകന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീല് നേരെയാക്കി വരുക, പിന്നെ വണ്ടി അകത്തോട്ട് കയറ്റുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ ബോറടിപ്പിക്കുകയല്ല. എക്സ്പീരിയൻസ് കുറഞ്ഞൊരു വ്യക്തിയാകുമ്പം ഇങ്ങനെ നിന്ന് സമാധാനം. അപ്പം കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് ഒരു ക്ഷമയും കൂടെ വേണം. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലാസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിച്ച് അവരെന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ തെറ്റുവല്ലോണ്ട് തിരുത്തി കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ ഗേറ്റിൻ്റെ അകത്തോട്ട് കയറി ഇനി നേരെ നമ്മൾ പോർച്ചിലോട്ടാണ് വണ്ടി ഇടാൻ പോണത്. ശരിയല്ലേ? അവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച കിട്ടണം, ഈ ഗേറ്റിന്റെ വെളിയിലേക്കുള്ള കാഴ്ച കിട്ടണം. അതിനെങ്ങോട്ട് തിരിക്കേണ്ടി വരും? എങ്ങോട്ട് തിരിച്ചാൽ ഈ വണ്ടി ആ മതിലിന്റെ പുറത്തേക്കുള്ള കാഴ്ച കിട്ടും? വണ്ടി എങ്ങോട്ട് മാറ്റി കിട്ടും? ആണല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ഫുള്ള് തിരിച്ചു തരണം. തിരിച്ചാ ശ്രദ്ധിക്കുക. ഇവിടുന്ന് മാറി ആ പുറത്തേക്കുള്ള കാഴ്ച എവിടെ കിട്ടുന്ന അവിടെ നിർത്തിക്കണം. കിട്ടിയാ ആ മതിലിൽ ഇടിക്കാതെ ഒന്ന് അകലം കിട്ടിയ അവിടെ നിർത്തിയത് കിട്ടിയ അത് ഇച്ചിരൂടെ വേണം. ഉറപ്പാണ്, അത് ഇച്ചിരൂടെ വേണം. ഇപ്പൊ പക്കയല്ലേ നിർത്തിയത്? വീല് നേരെ. ഓക്കെ, ഇനി തിരിക്കുക വളയ്ക്കുകയും ചെയ്യുന്നത്. ഈ ഭാഗം കണ്ട ഇതൊന്നും ഇവിടം വരെ എത്തിച്ചു തന്നാണ്. ഇവിടം വരെ എത്തിച്ചു തന്നാണ്. ഇതേ തിരിക്കാതെ ഇവിടം വരെ എത്തിച്ചു തന്നാണ്. കുറയുന്നുണ്ടോ നോക്ക്. ഉണ്ടാ ഇല്ലേ? കുറച്ചുകൂടെ അടിപ്പിച്ചു. ഈ അകലം അങ്ങ് കുറച്ചാൽ മതി. കുറയുന്നുണ്ടാ? കുറച്ചുകൂടെ അടുപ്പിച്ചോ. ഇനിയും സ്ഥലമുണ്ട്. വേണ്ട, നിൽക്കട്ടെ. നോക്കി, ഇനിയും സ്ഥലം ഇല്ലേ? കുറച്ചുകൂടെ അടുപ്പിച്ചു. നിർത്തി അടുപ്പിച്ചിട്ട് പിന്നെ ആരാണ്? ഓക്കെയാണോ? അവിടെ നിൽക്കട്ടെ. ഇനി ഇടിക്കുക. ഉറപ്പല്ലേ? മുഴുവൻ തിരിച്ചു. ഫുള്ള് തിരിച്ചു. തിരിച്ചാ പയ്യെ പുറകോട്ടോ. അപ്പൊ ആദ്യത്തെ ഇടി അവിടെ ഇടിച്ചോളൂ. അത് കാണാമല്ലോ. ഇടിക്കുമ്പോൾ തോന്നിയാൽ നിർത്തിയാൽ മതി.
അപ്പുറത്തെ മിറർ നോക്കിക്കും. നീ ഈ മതിലായിട്ടിരിക്കുമെന്ന് അറിയണം. വാ. Come on. നേരത്തെ പറ്റും. ഞാൻ നിൽക്കുന്നിടത്താ മതില്ല, അതുവരെ ഇരിക്കാൻ ഉറപ്പല്ലേ? ലോക്ക് ചെയ്തിട്ട് ഓടി, റൈറ്റ് ലോക്ക് ചെയ്തതിന് ഓടി. എന്തിനാ നേരെ ആക്കിയത്? ഫുള്ള് തിരിച്ചു പിടി റൈറ്റ്. പേടിക്കണം. ഫ്രണ്ട് ഇറങ്ങി പോണാൽ ഇതാണ് എളുപ്പം. പറഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഗ്യാപ്പ് നോക്കാൻ അറിയാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ പോരെ. അപ്പം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കയറി വന്നാൽ മതി അകത്ത് വണ്ടിയുമായിട്ട്. നമുക്കൊന്ന് 10 തവണ എടുത്ത് നോക്കാൻ വേണമെങ്കിൽ പോരെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പാർക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങി. ന്യൂട്രലാണോ? ന്യൂട്രലാണോ? ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങി. ഞാൻ അതിട്ട് തരാം. മേഡം പുറത്ത് ഒന്നുകൂടെ കയറി തന്നാൽ മതി.